നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങളും അളക്കപ്പെടും, നിങ്ങൾ തൂക്കി നോക്കുന്നതിനനുസൃതമായി നിങ്ങളും തൂക്കി നോക്കപ്പെടും. മത്തായി സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ 8-ാം വചനത്തിൽ യേശു പറയുന്നു, നിങ്ങളുടെ കൈ ഒരു പാപം ചെയ്യുവാൻ കാരണമായാൽ അത് വെട്ടി ദൂരെ കളയോ. 2 കൈകളോടുകൂടി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമം ഒറ്റ കൈയോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നിങ്ങളുടെ കാല് ഒരു പാപം ചെയ്യുവാൻ കാരണമായാൽ അത് വെട്ടി ദൂരെ കളയോ. നിങ്ങൾ 2 കാലുകളോടുകൂടി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമം ഒറ്റ കാലോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നിങ്ങളുടെ കണ്ണ് പാപം ചെയ്യുവാൻ അത് പറിച്ചെടുത്ത് ദൂരെ കളയോ. 2 കണ്ണുകളോടുകൂടി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമം ഒറ്റ കണ്ണോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ മുൻപ് സംസാരിച്ച ക്രൈസ്തവ സഹോദരന്മാർ പറഞ്ഞു, യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചാൽ, ആദിപാപ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചാൽ യേശു എല്ലാ പാപങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ഒരിക്കലും മഹാനായ ജീസസ് ക്രൈസ്റ്റ് അത് പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളെ, 2-ാം ലോകമഹായുദ്ധത്തിൽ നടന്നൊരു സംഭവം നിങ്ങളോട് പറയാം. ജർമ്മൻ പടയാളികൾ ഒരു കുടുംബത്തിൽ കയറി മുലപ്പാൽ നൽകിക്കൊണ്ടിരുന്ന മാതാവിൽ നിന്ന് കുഞ്ഞിനെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ് മതിലിൽ ശിരസ് തല്ലിച്ച ആ കുട്ടി മരിച്ചു. ആ പിതാവിൻ്റെ മുൻപിലിട്ട് ആ പിതാവ് കണ്ടിരിക്കുകയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് ആ ഭാര്യയെ ബലാത്സംഗം ചെയ്തു. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, യേശു എല്ലാവരുടെയും പാപം ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു തെറ്റും ചെയ്യാതെ ജർമ്മൻ പടയാളികൾ ക്രൂരമായി കൊന്ന ആ കുഞ്ഞിൻ്റെ ദുഃഖം കാണാത്ത, കുഞ്ഞിൻ്റെ വേദന കാണാത്ത ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണോ? ഞാൻ പറയും ഒരിക്കലുമല്ല എന്ന്. സ്വന്തം ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത ആ സംഭവത്തിന് ആ ഭാര്യയുടെ വേദന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വേദന കാണാത്ത ദൈവം ക്രൂരനാണോ, നന്ദിയുള്ളവനാണോ, അല്ലെങ്കിൽ സ്നേഹമുള്ളവനാണോ എന്ന് ചോദിച്ചാൽ, ആ വേദന കാണാത്ത, ഭാര്യയുടെ വേദന കാണാത്ത, ആ ഭർത്താവിൻ്റെ വേദന കാണാത്ത ദൈവം ഒരിക്കലും സ്നേഹത്തിൻ്റെ ദൈവമാണെന്ന് ഞാൻ പറയുകയില്ല. അവിടെയാണ് വിശുദ്ധ ഖുർആനും ഈ ജീസസ് ക്രൈസ്റ്റ് ഈസാ നബി അലൈഹിസ്സലാമും പഠിപ്പിച്ചിട്ടുള്ളത്, നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ഏകദൈവ പരലോക വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും സ്മൃതികളിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളോ സ്മൃതികളോ പലയിടങ്ങളിലും പരാമർശിച്ചിട്ടുള്ള മറ്റു വിശ്വാസങ്ങളൊന്നും ഇതര ബൈബിളിലോ വിശുദ്ധ ഖുർആനിലോ കാണുവാൻ സാധിക്കുകയില്ല. ബൈബിൾ പറയുന്ന ത്രിമൂർത്തി സങ്കല്പം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന വിശ്വാസം നിങ്ങൾക്ക് ഹൈന്ദവ സ്മൃതികളിലോ വേദഗ്രന്ഥങ്ങളിലോ ഖുർആനിലോ കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത് ദൈവത്തിൻ്റെ അടുത്തുള്ള മതം ഇസ്ലാമാണെന്ന്. അതൊരിക്കലും വർഗീയവാദമല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു താക്കീതുകാരൻ ചെന്നിട്ടില്ലാത്തൊരു തലമുറയും കടന്നുപോയിട്ടില്ല. അവരെല്ലാവരും പഠിപ്പിച്ചത് ഈ വസ്തുത തന്നെ. എന്നാൽ കാലത്തിൻ്റെ പ്രയാണത്തിൽ മനുഷ്യ കൈകടത്തലുകൾ മൂലം ഇവിടെയെല്ലാം വ്യതിയാനങ്ങൾ വന്നതുകൊണ്ട് തിരിച്ചാ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മാത്രമേ മുസ്ലിങ്ങൾ പറയുന്നുള്ളൂ. അതൊരിക്കലും വർഗീയവാദമല്ല. ഇനി വിഷയമുണ്ട് മൊറാലിറ്റി. എന്താണ് ധാർമ്മിക മൂല്യം? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും പരലോകം ലഭിക്കുകയില്ല. 2-ാം അധ്യായമായ അൽ ബഖറയിൽ പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയീൻ വഅതൽ മാല ഇലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബിനസ് സബീലി വസ്സായിലീന വഫിർ റികാബ് വഖാമസ് സ്വലാത്ത വഅതുസ് സകാത്ത വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ അഖദു വസ്സാബിരീന ഫിൽ ബഅസായി വൽ ളറാഹി വഹീനൽ ബഅസ് ഉലൈകല്ലദീന സദഖു വഉലൈക ഹുമുൽ മുത്തഖൂൻ. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിലല്ല പുണ്യം. പുണ്യമെന്നാൽ ദൈവത്തിലും അന്ത്യദിനത്തിലും മലക്കുകളിലും ഗ്രന്ഥത്തിലും പ്രവാചകരിലും വിശ്വസിക്കുകയും ധനത്തോട് സ്നേഹമുള്ളപ്പോൾ തന്നെ ധനം അനാഥകൾക്കും അഗതികൾക്കും ചോദിച്ചു വരുന്നവർക്കും വഴിയാത്രക്കാർക്കും അടിമാമോചനത്തിന് നൽകുകയും നമസ്കാരവും ദാനധർമ്മങ്ങളും നിലനിർത്തുകയും കരാറുകളിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കുകയും ബുദ്ധിമുട്ടിൻ്റെയും വിഷമതകളുടെയും സന്ദർഭത്തിൽ ക്ഷമയും സഹനശക്തിയും കൈക്കൊള്ളുന്നവർ മാത്രമാണ് വിശ്വാസികൾ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏതൊരു വ്യക്തി മുസ്ലിമാണോ മുസ്ലിമല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താടി കൊണ്ടോ തൊപ്പി കൊണ്ടോ നാമം കൊണ്ടോ ജനനം കൊണ്ടോ അല്ല. വിശ്വാസവും അതിനനുസൃതമായ
പ്രവർത്തനങ്ങളും കൊണ്ടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം ദൈവത്തിൽ വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നത്, പ്രവാചകത്വത്തിൽ വിശ്വസിക്കുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് വിശ്വസിക്കുന്നത്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നത്, പരലോകത്തിൽ വിശ്വസിക്കുന്നതെല്ലാം വിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങളെ കൊണ്ട് സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ടാണ്. ചുരുക്കത്തിൽ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസങ്ങളുടെ അടിത്തറ തന്നെ വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയാണ്. ഈ അമാനുഷികത മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വിവിധ മാർഗങ്ങൾ അള്ളാഹു ഖുർആനിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നിരക്ഷരനായ ഒരു മനുഷ്യനിലൂടെ അവതരിപ്പിക്ക വഴി, പ്രവചന സബലീകരണത്തിലൂടെ, നവീന അവതരണ ശൈലിയിലൂടെ, സുദീർഘമായ 23 വർഷങ്ങൾക്കിടയിൽ വിഭിന്നങ്ങളായ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടും വൈരുദ്ധ്യങ്ങളുടെ അഭാവത്തിലൂടെ, ഒരിക്കലും കാലഹരണം സംഭവിക്കാത്ത നിയമങ്ങളിലൂടെ, ആധുനിക ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്ന വസ്തുതകളിലൂടെയെല്ലാം വിശുദ്ധ ഖുർആന്റെ അമാനുഷികത അള്ളാഹു മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യ സമത്വം, നിയമത്തിന്റെ മുൻപിലുള്ള സമത്വം, ആരാധനാലയങ്ങളിലെ പ്രവേശനവും തുല്യതയും, സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ, ജീവിക്കുവാനുള്ള, വിദ്യാഭ്യാസത്തിനുള്ള, തൊഴിലെടുക്കുവാനും തൊഴിലിലൂടെ സമ്പാദിച്ച സമ്പാദ്യം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാനും, അനന്തരാവകാശ സ്വത്തിനുള്ള, വിവാഹാലോചന സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും, വിവാഹമൂല്യം ലഭിക്കുവാനും, വിധവാ വിവാഹത്തിനും അതുപോലെ തന്നെ വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനുമുള്ള അവകാശങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ത്രീകൾക്ക് നൽകിയ വേറേത് വേദഗ്രന്ഥമുണ്ട് മനുഷ്യ ചരിത്രത്തിൽ? ധാർമ്മിക മൂല്യങ്ങൾ, അന്യന്റെ ഭാര്യ ആഗ്രഹിക്കരുത്, അനാവശ്യമായി വധിക്കരുത്, വഞ്ചന നടത്തരുത്, ബലാത്സംഗം ചെയ്യരുത്, വ്യഭിചരിക്കരുത്, സ്വവർഗരതിയിൽ പങ്കെടുക്കരുത്, ഇങ്ങനെയുള്ള ധാർമ്മികമായ മൂല്യങ്ങൾ നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അളവ് തൂക്കത്തിൽ വ്യതിയാനം നടത്തരുത്, ചൂതാട്ടത്തിൽ പങ്കെടുക്കരുത്, കൃത്രിമക്ഷാമം ഉണ്ടാക്കരുത് എന്നിങ്ങനെയുള്ള സാമ്പത്തിക നിയമങ്ങൾ, സക്കാത്തിലൂടെയും സദക്കയിലൂടെയും സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് മനുഷ്യന് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൽകിയ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് ലോക പ്രശസ്തനായ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻ എഡ്മണ്ട് ബുർക്ക് പറഞ്ഞു, മുഹമ്മദൻ ലോ which is binding in all from the crown head to the meanest subject is a law interwoven with a system of the wisest, the most noblest and the most enlightened jurisprudence that ever existed in the world. ചെങ്കോലേന്തിയ ചക്രവർത്തി മുതൽ അതിനിസാരനായ പ്രജയെ വരെ ആസകലം വലയം ചെയ്തുകൊണ്ടുള്ള മുഹമ്മദീയ നിയമം ലോകം ഇതുവരെയും ദർശിച്ചിട്ടുള്ള നിയമകത്വ സംഹിതകളിൽ വെച്ച് ഏറ്റവും വിജ്ഞാനപ്രദവും ബുദ്ധിപൂർവകവുമായ ആശയങ്ങളാൽ പരസ്പരം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ മഹത്തായ ഗ്രന്ഥം മനുഷ്യ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുവാൻ അല്ലാഹു തിരഞ്ഞെടുത്ത മനുഷ്യൻ ലോകം ഇതുവരെയും ദർശിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെയാണ്. ഒരു പരിപൂർണ മനുഷ്യൻ ജീവിതത്തിൻ്റെ മുഴുവശങ്ങളിലും അനുകരിക്കുവാൻ ഉതകുന്നതായിരിക്കണം. പ്രവാചകന്റെ ജീവിതം പരിപൂർണതയുടേതായിരുന്നു. ആ ജീവിതം പ്രാർത്ഥനാ നിരതവും വിശുദ്ധവുമായിരുന്നു. അനാഥന്റെ നൊമ്പരവും ദരിദ്രന്റെ ക്ലേശവും ആട്ടിടയന്റെ ഏകാന്തതയും അനുഭവിച്ചിരുന്നു. ഒരു കച്ചവടക്കാരന്റെ ബുദ്ധിമുട്ടുകളും കുടുംബനാഥന്റെ ഉത്തരവാദിത്വങ്ങളും ഭാര്യാസന്താന വിയോഗത്തിന്റെ തീവ്രവേദനകളും അനുഭവിച്ചിരുന്നു. ഹീറാ ഗുഹയിൽ ധ്യാനനിരതനായ സന്യാസിയായിരുന്നു, പ്രഭാഷകനായിരുന്നു, പ്രവാചകനായിരുന്നു. പള്ളികൾ നിർമ്മിച്ചു, അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെട്ടു, അനാഥകളെയും വിധവകളെയും പരിപാലിച്ചു. പടയാളിയായിരുന്നു, സർവ്വസൈന്യാധിപനായിരുന്നു, ഭരണാധികാരിയായിരുന്നു, ഭരണതന്ത്രജ്ഞനായിരുന്നു, ന്യായാധിപനായിരുന്നു, നിയമജ്ഞനായിരുന്നു. ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളുണ്ട്, ആ എല്ലാ മേഖലകളിലും മഹത്തായ ഉദാഹരണങ്ങൾ കാണിച്ച മഹത് വ്യക്തിയാണ് പ്രവാചകൻ. ഒരു ആട്ടിടയനും പ്രഭാഷകനും യാത്രക്കാരനുമെല്ലാം ആ ജീവിതത്തിൽ മാതൃകയുണ്ട്. ഭക്തി ജീവിതം നയിക്കുന്നവർക്കും ലോക ജീവിതത്തിൽ മുഴുകി കുടുംബജീവിതം നയിക്കുന്നവർക്കും പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോർജ് ബെർണാഡ് ഷാ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞു, ഐ ഹാവ് സ്റ്റഡിഡ് ഹിം, ദ വണ്ടർഫുൾ മാൻ, ഹി മസ്റ്റ് ബി കോൾഡ് ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. ഞാൻ അദ്ദേഹത്തെ പഠിച്ചിട്ടുണ്ട്. മനുഷ്യ വിസ്മയമാണ് അദ്ദേഹം. മാനവരാശിയുടെ മോക്ഷദായകൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറഞ്ഞു, മുഹമ്മദ് ഇസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ റിലീജിയസ് പേഴ്സണാലിറ്റീസ് ഓഫ് ദ വേൾഡ്. മത നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും വിജയശ്രീയിൽ ആളിതനായിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് മൈക്കിൾ എച്ച് ഹാർട്ട് ദ 100 എന്ന സുപ്രസിദ്ധ ഗ്രന്ഥത്തിൽ മനുഷ്യ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയായി പ്രവാചകനെ തിരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, Muhammad is the only man who had been extremely successful in both religious and secular levels. മതവും മതേതരവുമായ മേഖലകളിൽ ഇത്രമാത്രം വിജയം വരിച്ചിട്ടുള്ള വ്യക്തി മുഹമ്മദ് മാത്രമാണ് എന്ന് ലമാർട്ടിൻ ദ ഹിസ്റ്ററി ഓഫ് ടർക്സിൽ പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു,
philosopher, apostle, legislator, warrior, conqueror of ideas, restorer of rational dogmas, of a cult without images, founder of 20 terrestrial empires and one single empire. That's Muhammad. As regard all standards by which human greatness may be measured, we may well ask, is there any man greater than he? തത്വചിന്തകൻ, വാഗ്മി, പുണ്യപുരുഷൻ, നിയമനിർമ്മാതാവ്, ധീരപോരാളി, ആദർശങ്ങളുടെ ജേതാവ്, പ്രതിബിംബങ്ങളില്ലാത്തൊരു ആരാധനാ രീതിയിൽ അധിഷ്ഠിതമായ യുക്തിസഹമായ ഒരു വിശ്വാസ സംഹിതയുടെ സ്ഥാപകൻ, 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിൻ്റെയും മഹാസ്ഥാപകൻ, അതാണ് മുഹമ്മദ്. മനുഷ്യ മഹത്വം അളക്കുവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും വെച്ച് നോക്കുകയാണ് എങ്കിൽ നമുക്ക് ചോദിക്കാം, ഇദ്ദേഹത്തെക്കാൾ മഹാനായ വേറേത് വ്യക്തിയാണ് ചരിത്രത്തിലുള്ളതെന്ന്. ആ മഹാനായ വ്യക്തി നമ്മെ പഠിപ്പിച്ചു തന്നു.